ശക്തമായ മത്സരം നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ടെടുപ്പാണ്. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന BJPക്കെതിരെ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്താൻ ലക്ഷ്യമിടുകയാണ് ആം ആദ്മി പാർട്ടി. ദേശീയ തലസ്ഥാനത്ത് കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. രാവിലെ 7 മണി മുതൽ 1.56 കോടിയിലധികം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തും. 70 മണ്ഡലങ്ങളിലും 699 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കും. ഭരണം, അഴിമതി ആരോപണങ്ങൾ, വോട്ടർ പട്ടികയിലെ കൃത്രിമത്വം, ക്രമസമാധാനം, സൗജന്യ വാഗ്ദാനങ്ങൾ എന്നിവയെ ചൊല്ലിയുള്ള പ്രചരണത്തെ തുടർന്ന് കർശനമായ സുരക്ഷാ സംവിധാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഭരണ റെക്കോർഡും ക്ഷേമ പദ്ധതികളും അവർ ആശ്രയിക്കുന്നുണ്ട്. 25 വർഷത്തിലേറെയായി ഡൽഹി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന BJP ആം ആദ്മി പാർട്ടിയുടെ അഴിമതിയും ദുർഭരണവും ആരോപിച്ച് ആക്രമണാത്മകമായ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത കോൺഗ്രസ് തിരിച്ചുവരവിനായി പരിശ്രമിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രചരണത്തിന് നേതൃത്വം നൽകിയത് കെജ്രിവാളും നഗരത്തിലുടനീളം റാലികൾ നയിച്ച മുഖ്യമന്ത്രി അതിഷിയുമാണ്. മദ്യനയ അഴിമതിയിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ രാജിവെച്ച കെജ്രിവാളിന് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. വോട്ടർമാരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിലൂടെ ഉന്നത സ്ഥാനത്തേക്ക് മടങ്ങാനുള്ള ജനവിധിയാണ് അദ്ദേഹം ഇപ്പോൾ തേടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പാർട്ടി പ്രസിഡന്റ് JP നദ്ദ തുടങ്ങിയവർ നേതൃത്വത്തിൽ നടന്ന BJPയുടെ പ്രചരണത്തിൽ അഴിമതി, ക്രമസമാധാനം, ഭരണപരാജയങ്ങൾ എന്നിവ ആരോപിച്ച് AAPയെ ആക്രമിക്കുകയുണ്ടായി. മദ്യനയ അഴിമതി, പാലിക്കാത്ത വാഗ്ദാനങ്ങൾ, മുഖ്യമന്ത്രിയുടെ വസതിയുടെ ആഡംബര നവീകരണം എന്നിവ പാർട്ടി ഉന്നയിച്ച പ്രധാന വിഷയങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേതൃത്വം നൽകുന്ന കോൺഗ്രസ് AAPയെയും BJPയെയും വിവിധ മേഖലകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തു. വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി എല്ലാ പാർട്ടികളും നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര, ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ഇൻഷുറൻസ്, ക്ഷേത്ര പൂജാരികൾക്ക് ഗുരുദ്വാര ഗ്യാരണ്ടികൾക്കും പ്രതിമാസം 18,000 രൂപ ധനസഹായം എന്നിവ AAP വാഗ്ദാനം ചെയ്യുന്നു. ഗർഭിണികൾക്ക് 21,000 രൂപ ധനസഹായവും 500 രൂപയ്ക്ക് സബ്സിഡിയുള്ള LPG സിലിണ്ടറുകളും നൽകുമെന്ന് BJP വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രതിമാസം 8,500 രൂപ തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകുമെന്ന് കോൺഗ്രസ് പ്രതിജ്ഞയെടുക്കുന്നു. പ്രചരണത്തിന്റെ അവസാനത്തിൽ BJP നയിക്കുന്ന ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തുന്നു എന്ന് AAP ആരോപിച്ചതോടെ BJPയിൽ നിന്നും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. 2013 ഡിസംബറിൽ ഒരു തൂക്കുസഭയിൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ AAP ആദ്യമായി അധികാരത്തിലെത്തി. എന്നിരുന്നാലും ജാൻ ലോക്പാൽ ബിൽ പാസാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വെറും 49 ദിവസത്തിനു ശേഷം കെജ്രിവാൾ രാജിവെച്ചു. 2015, 2020 വർഷങ്ങളിലെ തുടർന്നുള്ള തിരഞ്ഞെടുപ്പുകളിൽ AAP വൻ വിജയങ്ങൾ നേടി. യഥാക്രമം 67ഉം 62ഉം സീറ്റുകൾ നേടി. അതേസമയം BJP ഒറ്റ അക്കത്തിലേക്ക് ചുരുങ്ങി. 2 തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് അക്കൗണ്ട് തുറക്കാനേ കഴിഞ്ഞില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കീഴിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വെവ്വേറെയാണ് മത്സരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്.